ഏച്ചു ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഷാസ് കോർണർ ഹിയർ. ഇന്നത്തെ വീഡിയോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കലാണ് കേട്ടോ. നാട്ടിൽ നിന്ന് എൻ്റെ കസിൻ ബ്രദർ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, അത്യാവശ്യം സാധനങ്ങൾ 10-25 കിലോയുടെ അടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. സാധനം ഇവിടെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പം പാതിരാത്രി ആയതുകൊണ്ട് പെട്ടി പൊട്ടിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇന്ന് ഇക്കായും അനിയനും ഡ്യൂട്ടിക്ക് പോയിരിക്കുവാണ്. ഇവർ വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് എനിക്ക് എന്തായാലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിരുന്നു. ഇത് ഉമ്മ എനിക്ക് വേണ്ടി 2 കോട്ടൺ നൈറ്റി മേടിച്ചതാണ്. പിന്നെ ഈ ആച്ചുവിന് കുറച്ച് ഡ്രസ്സും പിന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞിനുള്ള പാൻസൊക്കെയാണേ. ഇത് കുഞ്ഞിന് വേണ്ടിയിട്ട് നെയ്യാണ്. അവന് ഞാൻ ഷോപ്പിലെ നെയ്യ് ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ ഇതേപോലെ വീട്ടിലെ നെയ്യാണ് കൊടുക്കാറ്. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മാംഗ്ലൂർത്തെ സ്വന്തം കോളി റൊട്ടിയാണ്. അനിയൻ്റെ ഫേവറേറ്റ് ആണ്. അവനോട് എന്താ വേണ്ടിയെന്ന് ചോദിച്ചാൽ കോളി റൊട്ടി മാത്രം പറയാറുള്ളൂ. തിന്ന് തീർക്കുന്നതാണെങ്കിൽ ഞാനായിരിക്കും. പിന്നെ ഞാൻ ഫ്രഷായിട്ട് ചെയ്യിപ്പിച്ച ലഡു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ലഡുവൊക്കെ നാട്ടിലെ ആ ഒരു ഫ്രഷ്നെസ് ഒന്നും കിട്ടാറേ ഇല്ല. ഇത് ഫ്രഷ് വെളിച്ചെണ്ണയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടായിരുന്ന ഫ്ലവേഴ്സാണ്. പിന്നെ ഇത് ഇലക്ട്രിക് സ്കെയില്, പിന്നെ നെയിൽ ലിക്വിഡ്, ഹെന്ന പൗഡർ, കോൺ സ്റ്റാൻഡ്, പിന്നെ ടേപ്പ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർഗാനിക് ഹെന്ന കോൺ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണേ. ഇത് അരിയപ്പളമാണ്. ഇതുപോലത്തെ കുറേ ഫ്ലേവർ അപ്പളം ഉമ്മ വീട്ടിൽ തന്നെ ചെയ്ത് സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അയച്ചതാണ്. ഇത് നമുക്ക് വെറുതെ സ്നാക്കായിട്ടും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. പിന്നെ കുറച്ച് എള്ള്, ബേ ലീവ്സൊക്കെയാണ്. ഇത് കുഞ്ഞിന് വേണ്ടിയിട്ട് ഉമ്മ പ്രത്യേകം പറഞ്ഞതാണ് കട്ട്ലീസും എള്ളുണ്ട സോൺ പപ്പടിയൊക്കെ. കാരണം നമ്മളാരും എടുക്കാൻ പാടില്ല, ഇത് കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉമ്മയുടെ അടുത്ത് വെള്ളക്കടല വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉമ്മ ഈ കടലയാണ് കൊടുത്തു വിട്ടത്. ഞാൻ പറഞ്ഞത് മറ്റേ ഈ കറിയൊക്കെ ചെയ്യുന്ന കടലയില്ലേ, അതിൻ്റെ ഇതേപോലത്തെ ഒരു സാധനം കിട്ടും, അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കടയിലെ അച്ചാറാണ് കേട്ടോ. അച്ചാറിൻ്റെ ആൾ ഇക്കയാണ് അച്ചാർ കൊടുത്തു വിടാൻ പറയാറുള്ളത്. പിന്നെ കുറച്ച് കൂടുതൽ മസാലപ്പൊടി സാധനങ്ങളൊക്കെയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി, ഗരം മസാല, പിന്നെ വീട്ടിൽ തന്നെ പിടിച്ച കുരുമുളകൊക്കെയാണ്. ഇതൊക്കെ ഉമ്മ വീട്ടിൽ തന്നെ ഉണക്കി മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് കൊടുത്തു വിടുന്നതാണ്. ഞാൻ UAE വന്നിട്ട് ഇന്നേ വരെ മസാല ഐറ്റംസ് ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനും കുറേ മസാല പൊടി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് 6 വരവാണെങ്കിലും ഉമ്മ കൊടുത്തു വിടും. അപ്പോൾ ഇന്നേ വരെ ഞാൻ ഇവിടെ UAE നിന്ന് മസാലപ്പൊടി സാധനം ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാ ಬರ್ರಿ.
ഇത് ഇത് ഹായ് ആക്ക് ഹായ് ഹായ് ആക്ക് ഹായ് ആക്ക് തീർന്ന് കാലി എന്നെ തപ്പിയിട്ട് കാണാണ്ടായപ്പോഴത്തേക്കിനും ചെക്കനങ്ങ് എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് വന്നെയാണ്. പെട്ടി കണ്ടപ്പോഴത്തേക്കിനും കോൺസെൻട്രേഷൻ മൊത്തം പെട്ടിയിലോട്ടായി. പിന്നെ ഉമ്മാവന് വേണ്ടിയിട്ട് കുറച്ച് ലോളിപോപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇത് നമ്മുടെ അവിടുത്തെ പപ്പടമാണ്. ഇവിടെ കേരള പപ്പടമാണ് കൂടുതൽ കിട്ടാറ്. അപ്പോൾ നമ്മുടെ അവിടുത്തെ പപ്പടം എനിക്ക് ഇഷ്ടമായത് കൊണ്ട് ഉമ്മ ഇട്ടയാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ ഹെന്നാടയാണ്. പിന്നെ കുറച്ച് പച്ചമഞ്ഞൾ പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് നമ്മുടെ അവിടുത്തെ തന്നെ. ഏച്ചു എന്താക്കുന്നത് നീ? എന്ത് ഏണ്ടേ ഇപ്പോൾ ചിലർക്ക് വിചാരിക്കും ഇതൊന്നും അവിടെ കിട്ടാത്തതാണോ, ഇവിടുന്ന് എന്തിനാ എല്ലാം വെറുതെ കൊടുത്തു വിടുന്നതെന്നൊക്കെ. UAE എല്ലാ സാധനങ്ങളും കിട്ടും, കിട്ടായികയൊന്നുമില്ല. എന്നാലും നാട്ടിൽ നിന്ന് കൊടുത്തു വിടുമ്പോഴത്തേക്കിനും ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ വന്നാലേ അറിയുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ലേ. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്.